ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ഒരുപാട് പേര് ആവശ്യപ്പെട്ട ബെൽജിയം ചോക്ലേറ്റ് കേക്കാണ്. ചോക്ലേറ്റ് ലവേഴ്സിനൊക്കെ ട്രീറ്റ് ചെയ്യാൻ പറ്റിയ ഒരു കേക്കാണിത്. നല്ല ചോക്ലേറ്റി ആയിട്ടുള്ള കേക്കിൽ സ്പെഷ്യൽ ഫില്ലിംഗ് ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു കേക്ക് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റുള്ള ഒരു ബെൽജിയം ചോക്ലേറ്റ് കേക്കാണ്. പിന്നെ ഈ ഒരു കേക്ക് നമ്മൾ മിക്സിയിലാണ് ഉണ്ടാക്കുന്നത്. അതുമാത്രമല്ല വിപ്പിംഗ് ക്രീം നമ്മൾ ഉപയോഗിക്കുന്നില്ല. അതൊക്കെ കൊണ്ട് തന്നെ എല്ലാവർക്കും ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് നല്ല അടിപൊളി ബെൽജിയം ചോക്ലേറ്റ് കേക്കിൻ്റെ റെസിപ്പിയിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ ബെൽജിയം ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കാനായിട്ട് ഒരു അരിപ്പയിലേക്ക് 1/2 കപ്പ് മൈദ ഇട്ട് കൊടുക്കുകയാണ്. ഇനി അതിൽ നിന്ന് 1 ടേബിൾ സ്പൂൺ മൈദ അങ്ങ് എടുത്ത് മാറ്റാണ്. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്ന കൊക്കോ പൗഡറാണ്. പലരും കൊക്കോ പൗഡറിൻ്റെ ലിങ്ക് ഒക്കെ ചോദിച്ചിട്ടുണ്ട്. താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. ഞാൻ കാഡ്ബറിൻ്റെ കൊക്കോ പൗഡറാണ് ഉപയോഗിക്കുന്നത്. അത് നമുക്ക് 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമുക്കൊരു 1 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡറും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷനിലാണ്, ഇല്ലെങ്കിൽ ചേർക്കണമെന്നില്ല. ഇനി 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 നുള്ള് ഉപ്പ്. നമുക്ക് ഒരു 3 പ്രാവശ്യം അരിച്ചെടുത്ത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ചൂടായിരിക്കുന്ന ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആ ഒരു ചൂട് കൊണ്ട് ബട്ടർ അങ്ങ് മെൽറ്റ് ആയിക്കോളും. നമ്മൾ എടുക്കുന്നത് 5 ഇഞ്ച് വരുന്ന ഒരു ബേക്കിംഗ് ട്രേ ആണ്. അത് നമ്മളൊന്ന് ഓയിൽ വെച്ചൊന്ന് ഗ്രീസ് ചെയ്തിട്ടുണ്ട്. ബട്ടർ പേപ്പർ വെച്ചു ഒന്നുകൂടെ ഒന്ന് ഗ്രീസ് ചെയ്തിട്ടുണ്ട്. ഡാർക്ക് കോമ്പൗണ്ട് എടുക്കണം. 30 ഗ്രാം ഡാർക്ക് കോമ്പൗണ്ടാണ് എടുക്കുന്നത്. നല്ല ക്വാളിറ്റിയുള്ള ബെൽജിയം ചോക്ലേറ്റ് ആണെന്നുണ്ടെങ്കിൽ അതെടുക്കാം. ഞാൻ ഇവിടുത്തെ പല ബ്രാൻഡിൻ്റെ വാങ്ങിച്ചിട്ടും ആ ഒരു നല്ലൊരു ടേസ്റ്റ് കിട്ടിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഡാർക്ക് കോമ്പൗണ്ട് തന്നെ എടുക്കുകയാണ്. പിന്നെ അതാവുമ്പോൾ എല്ലാവർക്കും ഉണ്ടാക്കാമല്ലോ. അതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ നല്ല തിളച്ച പാല് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ആ ചൂടിൽ നമ്മുടെ ഡാർക്ക് കോമ്പൗണ്ട് അങ്ങ് മെൽറ്റ് ആയിക്കോളും. മൈക്രോവേവ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മൈക്രോവേവിൽ വെച്ച് ഒന്ന് ചൂടാക്കിയിരുന്നാൽ മതി. ഒന്ന് ഇളക്കി കൊടുത്തതാണ് ലൂസായിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 6 ടേബിൾ സ്പൂൺ പഞ്ചസാര ഒന്ന് പൊടിച്ചെടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് നന്നായിട്ട് അങ്ങ് പതപ്പിച്ചെടുക്കാം. മിക്സിയുടെ ജാറിലും മുട്ടയിലൊന്നും ഒട്ടും വെള്ളത്തിൻ്റെ അംശം ഉണ്ടാകാൻ പാടില്ല. ഒരു 30 സെക്കൻഡൊക്കെ ഒരു ഹൈ സ്പീഡിലിട്ട് അങ്ങ് അടിച്ചെടുത്താൽ മതി. ഇനി അതിലേക്ക് നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന പഞ്ചസാര ഇട്ട് കൊടുക്കാം. അതും കൂടെ ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ അത് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബട്ടർ അത് ചേർത്ത് കൊടുക്കാം. മെൽറ്റ് ചെയ്ത ബട്ടർ ചൂടോടെ ചേർക്കരുത്, തണുത്തതിന് ശേഷം ചേർത്താൽ മതി. ഇനി അതിൻ്റെ കൂടെ തന്നെ 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ 4 ടേബിൾ സ്പൂൺ തന്നെ ബട്ടർ ആയാലും കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചോക്ലേറ്റ് അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതെല്ലാം ചേർത്ത് ലോ സ്പീഡിലിട്ട് ഒന്ന് അടിച്ചെടുത്തിരുന്നാൽ മതി. ഒരു 10 സെക്കൻഡൊക്കെ ഒന്ന് അടിച്ചാൽ മതിയാകും. അപ്പോൾ അത് അടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ചെറിയ കേക്കാണ് ഉണ്ടാക്കുന്ന, 1/2 കിലോ വരുന്ന കേക്കാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ മിക്സിയിലെ ജാറിലേക്ക് തന്നെ പൊടി അങ്ങ് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ബട്ടൺ വെച്ച് ഒന്ന് പ്രസ് ചെയ്ത് മിക്സ് ആക്കി എടുക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ വിനീഗർ ചേർത്തിട്ട് അതൊന്ന് പ്രസ് ബട്ടൺ വെച്ച് ഒന്ന് പ്രസ് ചെയ്ത് 2 പ്രാവശ്യമൊക്കെ ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ നന്നായിട്ടൊന്ന് മിക്സായി വന്നിട്ടുണ്ടാവും. അപ്പോൾ അത് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് ബേക്കിംഗ് ട്രേയിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. സ്ക്വയർ വെച്ച് ഒന്ന് ഇളക്കിയിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. എയർ ബബിൾസ് ഒന്നും കൊടുക്കാതിരിക്കാൻ വേണ്ടിയാണ്. നന്നായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കണേ. ഇപ്പോൾ നമ്മുടെ ഈ ഒരു ഓവൻ സെറ്റപ്പ് ഈ ഒരു അലൂമിനിയം പാത്രമാണ്. അതൊക്കെയാണ് ഒരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചൊന്ന് ചൂടാക്കി എടുത്തതാണ്. റിങ്ങിൻ്റെ മുകളിലേക്ക് ഒരു പ്ലേറ്റ് വെച്ച് കൊടുക്കുന്നുണ്ട്. നമുക്ക് ബേക്കിംഗ് ട്രേ വെച്ച് കൊടുക്കാം. അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഒരു 20 മുതൽ 25 മിനിറ്റ് വരെ ബേക്ക് ചെയ്തെടുക്കാം. 20 മിനിറ്റ് ആയപ്പോൾ തുറന്നു നോക്കി ഒന്നുകൂടെ ആയിട്ടില്ല. അപ്പോൾ ഒന്നുകൂടെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ 25 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതങ്ങ് എടുക്കാം. നന്നായിട്ട് ആയിട്ടുണ്ട്. സ്ക്വയറിലൊന്നും പറ്റി പിടിച്ചില്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം നമുക്ക് എടുക്കാം. എടുത്ത് നമുക്കൊരു ടവലിട്ടൊന്ന് മൂടി വയ്ക്കാം തണുക്കാനായിട്ട്. ഇനി നമുക്ക് ഒരു കടായിലേക്ക് കൈപ്പിടി നിറയെ ബദാം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. കാഷ്യൂനട്ടോ ഹേസൽനട്ടോ ഏതായാലും കുഴപ്പമൊന്നുമില്ല. അത് കുറച്ച് സമയം ഒന്ന് ഇട്ട് ഇളക്കുമ്പോൾ തന്നെ അതിൻ്റെ പുറംഭാഗമൊക്കെ ചെറുതായിട്ടൊന്ന് റോസ്റ്റായി വന്നിട്ടുണ്ട്. അത് നമുക്കൊന്ന് ഓഫായി കൊടുക്കാം. അതൊന്ന് തണുത്ത് വരട്ടെ. തണുത്തതിന് ശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് കൊടുക്കാം. കുത്തി ഒന്ന് പൊട്ടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആ കടായിലേക്ക് തന്നെ ഒരു 2.5 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കാം. ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 1 ടീസ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. ഒരു തരി ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന നട്ട്സ് ഇട്ട് കൊടുക്കാം. നമുക്ക് പെട്ടെന്ന് തന്നെ ഒന്ന് ബട്ടർ വെച്ചൊന്ന് ഗ്രീസ് ചെയ്തിരിക്കുന്ന ഒരു പ്ലേറ്റിലേക്ക് അങ്ങ് ഇട്ട് നിരത്തി വെച്ച് കൊടുക്കുകയാണ്. കുറച്ച് കഴിയുമ്പോൾ തന്നെ ഒന്ന് തണുത്ത് കഴിയുമ്പോഴത്തേക്കും തന്നെ അതങ്ങ് ഡിമോൾട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഒന്ന് കത്തി കൊണ്ടൊന്ന് തട്ടിക്കൊടുത്താൽ മതി. ഇനി ഇത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഒരുപാട് സമയം ഒന്നിട്ട് പൊടിച്ചിട്ടില്ല, ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തതുള്ളൂ. ഒരുപാട് അങ്ങ് പൊടിഞ്ഞു പോയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് സമയത്ത് കറക്കണ്ട. ചില കഷ്ണങ്ങളൊക്കെ പൊടിയാതെ കിടക്കുന്നുണ്ടാവും. അത് മാത്രം എടുത്ത് ഒന്നുകൂടെ ഒന്ന് പൊടിച്ചിട്ടാൽ മതി. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് കൊക്കോ പൗഡറാണ്. 1/2 ടീസ്പൂൺ കൊക്കോ പൗഡറാണ് നമ്മൾ ചേർക്കാൻ പോകുന്നത്. എല്ലായിടത്തോട്ടങ്ങ് വെതറി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം.
ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇത് നമ്മൾ സാധാരണ പ്രളയൻ കഴിക്കുന്ന ആ ഒരു ഫ്ലേവർ അല്ല ഉണ്ടാവുക. ഒരു ചോക്ലേറ്റി പ്രളയനായിട്ട് ഒരു പ്രത്യേക ടേസ്റ്റാണ്. നമ്മുടെ ചോക്ലേറ്റ് കേക്കിനൊക്കെ ഉപയോഗിക്കാൻ പറ്റും. നമ്മൾ ഈ ഒരു കേക്ക് ചെയ്യുന്ന ഫ്രഷ് ക്രീം വെച്ചിട്ടാണ് കേട്ടോ. വിപ്പിംഗ് ക്രീമൊന്നും നമ്മൾ ഉപയോഗിക്കുന്നില്ല. അമൂലിൻ്റെ ഫ്രഷ് ക്രീമാണ് എടുക്കുന്നത്. ഒരു പാനിലേക്ക് 6 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അത് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി ഒന്ന് ചൂടായി വരുമ്പോൾ തീ കുറച്ചിട്ടാൽ മതി, അടിയിൽ പിടിച്ചു പോകും പെട്ടെന്ന്. അങ്ങനെ തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസി അല്ലേ. അപ്പോൾ അത് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു 125 ഗ്രാം ഡാർക്ക് കോമ്പൗണ്ട് ഗ്രേറ്റ് ചെയ്തതാണ് അത് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്ന വൈറ്റ് കോമ്പൗണ്ടാണ്. ഒരു 75 ഗ്രാം വൈറ്റ് കോമ്പൗണ്ടും കൂടെ ചേർത്ത് കൊടുക്കാം. അത് ഗ്രേറ്റ് ചെയ്തിട്ടോ പീസായിട്ടോ എങ്ങനെയായാലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ തീ വളരെ കുറച്ചിട്ട് നമ്മൾ ഇളക്കി കൊടുക്കണം. വെച്ച് പോവരുത്. ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ അതങ്ങ് ആ ചൂടിലങ്ങ് മെൽറ്റായി വന്നോളും. ഇപ്പോൾ ഡാർക്ക് കോമ്പൗണ്ട് മാത്രമാണ് എടുക്കുന്നതെങ്കിൽ അതായാലും മതി, അല്ലെങ്കിൽ മിൽക്ക് കോമ്പൗണ്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതായാലും അത് മാത്രമായാലും മതിയാകും. അല്ലാതെ ഇപ്പോൾ ചോക്ലേറ്റ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത് മാത്രമായിട്ടും എടുത്താൽ മതിയാകും. ഇതിപ്പം അത്യാവശ്യം നല്ല മധുരമുള്ള ഒരു കേക്കാണ്. ഇപ്പം മധുരം അധികം വേണ്ട എന്നുണ്ടെങ്കിൽ ഡാർക്ക് ചോക്ലേറ്റും ഡാർക്ക് കോമ്പൗണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് എടുത്താൽ മതിയാകും. ഒരു 1:4 റേഷ്യോയിലൊക്കെ മിക്സ് ചെയ്തെടുത്താൽ മതിയാകും. അത് നന്നായിട്ട് എല്ലാം മെൽറ്റായി ഉറപ്പ് വരുത്തിയതിന് ശേഷം നമുക്ക് തീ ഓഫാക്കി കൊടുക്കാം. അവിടെ ഇരുന്നൊന്ന് തണുക്കട്ടെ. തണുത്ത് റൂം ടെമ്പറേച്ചർ ഒരു 1-1.5 മണിക്കൂറൊക്കെ ഒന്ന് പുറത്ത് വെച്ചൊന്ന് തണുത്ത് വരണം. നമുക്ക് ഷുഗർ സിറപ്പ് ഒന്ന് ഉണ്ടാക്കിയെടുക്കണം. അതിനുവേണ്ടി 1/4 കപ്പ് വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഒരു തരി ഉപ്പും കൂടി ഇട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ അത് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് ഓഫാക്കി കൊടുക്കാം. ഒന്ന് തണുത്ത് വരട്ടെ. അപ്പോൾ നമ്മുടെ കേക്ക് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. നമുക്കത് ഡിമോൾഡ് ചെയ്തെടുക്കാം. അതുകൊണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. നമ്മൾ മിക്സിയിലാണ് ഉണ്ടാക്കിയതൊന്നും പറയില്ല കേട്ടോ. മിക്സിയിൽ ഉണ്ടാക്കിയത് നല്ല കേക്ക് തന്നെ കിട്ടും. മോൾ ഭാഗം കുറച്ചൊന്ന് പൊങ്ങിയിട്ടുണ്ട്. അത് മോൾ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. എന്നിട്ട് നമുക്ക് 2 ലെയറായിട്ട് കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഷുഗർ സിറപ്പ് തണുത്തിട്ടുണ്ട്. ആ ഷുഗർ സിറപ്പ് വെച്ച് ഒന്ന് വെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ശരിക്കും ഞാൻ 2 ലെയർ ആയിട്ടാണ് ഈ ഒരു ബെൽജിയം ചോക്ലേറ്റ് കേക്ക് ചെയ്യുന്നത്. അപ്പം 1/2 കിലോ, കറക്റ്റ് 1/2 കിലോ വരുന്ന കേക്കാണ്. ഇപ്പോൾ 1 കിലോ കേക്ക് വരുന്ന കേക്കൊക്കെ ആണെങ്കിൽ 3 ലെയറായിട്ട് ചെയ്യാം. ഇതും വേണമെങ്കിൽ 3 ലെയർ ആക്കുന്നതിനും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഞാൻ 2 ലെയറേ ആക്കുന്നുള്ളൂ. ഇനി നമുക്ക് ടേൺ ടേബിളിൻ്റെ മുകളിലേക്ക് ഒരു ബോർഡ് വെച്ച് കൊടുക്കാം. അതിലേക്ക് കുറച്ചൊന്ന് ക്രീം ആക്കിയിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ ഫസ്റ്റ് ലെയർ കേക്ക് അങ്ങ് വെച്ച് കൊടുക്കുകയാണ്. ഒന്നുകൂടെ ഒന്ന് വെറ്റ് ചെയ്ത് കൊടുക്കാം. നമുക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ചോക്ലേറ്റ് ഗനാഷ് ക്രീം ഉണ്ടല്ലോ അത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഒരു 1-1.5 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോഴത്തേക്കും തന്നെ നല്ല അത്യാവശ്യം തിക്കായിട്ട് വന്നിട്ടുണ്ട്. അതെല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ചോക്ലേറ്റ് പ്രലൈൻ അത് ഇട്ട് കൊടുക്കാം. എല്ലായിടത്തും അങ്ങ് സ്പ്രെഡാക്കി ഇട്ട് കൊടുക്കാം. നമ്മളിപ്പോൾ എടുത്ത് വെച്ചിരിക്കുന്ന ചോക്ലേറ്റ് പ്രലൈൻ്റെ പകുതിയോളം തന്നെ നമുക്ക് ആ ഫില്ലിങ്ങിൽ ഇട്ട് കൊടുക്കാം. നമുക്ക് അടുത്ത ലെയർ കേക്ക് വെച്ച് കൊടുക്കാം. അതിലേക്ക് ബാക്കിയുള്ള ഷുഗർ സിറപ്പ് മുഴുവനായിട്ട് അങ്ങ് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ക്രീം ആക്കി കൊടുക്കുകയാണ്. മുകൾ ഭാഗത്തും സൈഡിലും ഒക്കെ ആയിട്ട് അങ്ങ് ആക്കി കൊടുക്കുകയാണ്. പാലറ്റ് നൈഫ് കൊണ്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം എല്ലായിടത്തോട്ടും. അപ്പോൾ ഇത് ഒരുപാട് ഷേപ്പൊന്നും ആക്കേണ്ട ആവശ്യമില്ല. നമുക്ക് പറ്റുന്നത് പോലെ ഷേപ്പ് ആക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കാം. ഫ്രിഡ്ജിൽ ഒരു മണിക്കൂറൊക്കെ ഫ്രിഡ്ജിൽ വെക്കുമ്പോഴത്തേക്കും, ഫ്രീസറിലല്ല ഫ്രിഡ്ജിൽ വെക്കുമ്പോഴത്തേക്കും നല്ല തിക്കായിട്ട് വരും. ആ സമയത്ത് നമുക്കൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് 1 മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോഴത്തെ എടുക്കുമ്പോൾ തന്നെ നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഈ പാലറ്റ് നൈഫ് കുറച്ച് തിളച്ച വെള്ളത്തിലൊന്ന് മുക്കി തുടച്ചിട്ട് ആ ചൂടുള്ള പാലറ്റ് നൈഫ് കൊണ്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്താൽ നമുക്ക് നല്ല ഫിനിഷിങ്ങോടുകൂടി കിട്ടും. സൈഡിലും അതേപോലെ തന്നെ ഷേപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് അത്യാവശ്യം നല്ല ഫിനിഷിംഗ് ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഫ്രിഡ്ജിലേക്ക് തന്നെ അങ്ങ് വെച്ച് കൊടുക്കാം. ഇത് നമുക്കിതിൻ്റെ മുകളിലേക്ക് വേണമെങ്കിൽ ഗനാഷ് ഒഴിക്കാം. ഇപ്പോൾ ബാക്കി ക്രീം ബാക്കി ഇരിപ്പുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് ഒരു 1/4 കപ്പ് ഫ്രഷ് ക്രീം ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ എടുത്ത പാക്കറ്റിൻ്റെ ബാക്കിയാണ്. അപ്പോൾ അത് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് നേരെ അടുപ്പത്ത് വെച്ച് കൊടുക്കാം. അടുപ്പത്ത് വെച്ച് ഏറ്റവും കുറഞ്ഞ തീയിലിട്ട് പതുക്കെ ഇങ്ങ് ഇളക്കി കൊടുത്തിരുന്നാൽ മതി. അപ്പോൾ അതങ്ങ് മെൽറ്റായി വന്നോളൂ. ഇളക്കാതിരിക്കരുത്, ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് മെൽറ്റായിട്ടുണ്ട്. നമുക്കതിലേക്ക് 1 ടീസ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. ഒരു ഗ്ലേസിങ് കിട്ടാൻ വേണ്ടിയാണ്. അത് മതി. ഇതിപ്പം നല്ല അത്യാവശ്യം ചൂടോടുകൂടി തന്നെ നമുക്കിത് കേക്കിൻ്റെ മുകളിലേക്ക് ഒഴിക്കണം. ഒരു 5 മിനിറ്റൊക്കെ ഒന്ന് പുറത്തിരുന്നാൽ മതിയാകും. അപ്പോഴത്തേക്കും തന്നെ കുറച്ചൊന്ന് തണുത്തിട്ടുണ്ട്. നമ്മൾ വിരൽ മുക്കുമ്പോൾ അത്യാവശ്യം തന്നെ നല്ല ചൂടുണ്ടായിരിക്കണം. ആ ഒരു ഫ്ലോയിങ് കൺസിസ്റ്റൻസി ആയിരിക്കണം. ഇനി അഥവാ കുറച്ച് തിക്കായി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിപ്പം ബാക്കിയുള്ള ക്രീമിൻ്റെ അളവൊക്കെ വ്യത്യാസം ഉണ്ടാവുമല്ലോ. അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ പാല് ചേർത്ത് മിക്സ് ആക്കി കൊടുത്താൽ മതി. അപ്പോൾ അതൊന്നുകൂടെ ഒന്ന് ലൂസായി കിട്ടും. ഒരുപാട് ചേർക്കരുത്. അപ്പോൾ നമ്മൾ കേക്കിൻ്റെ മുകളിൽ നിന്ന് ഒലിച്ചു പോവേ. നമുക്കിത് കേക്കിൻ്റെ മുകളിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് എല്ലായിടത്തോട്ടൊന്ന് സ്പ്രെഡ് ചെയ്തൊന്ന് കൊടുക്കാം. സൈഡിലേക്കൊക്കെ ഒന്ന് ആയിട്ട് വരട്ടെ.
സൈഡിലേക്കൊന്നും കറക്റ്റായിട്ട് വരുന്നില്ലെങ്കിൽ നമുക്ക് പാലറ്റ് നൈഫ് കൊണ്ട് വെച്ച് പതുക്കെ ഒന്ന് തേച്ച് കൊടുത്താൽ മതി. അത് അവിടെ തന്നെ അങ്ങ് ഇരുന്നോളും. ഇത് നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കാം. ഇതിന്റെ മുകളിൽ എന്ത് ഡെക്കറേഷൻ വേണേലും ചെയ്യാം. നമുക്ക് ചോക്ലേറ്റ് പ്രളൈൻ വെച്ചിട്ട് ഡിസൈൻ ചെയ്യാം. അപ്പോൾ അതൊന്ന് സെറ്റ് ആവണം. അപ്പോൾ അതിനുവേണ്ടി ഒന്ന് ഫ്രിഡ്ജിലേക്ക് തന്നെ വെച്ച് കൊടുക്കുക. ഒരു 10-15 മിനിറ്റ് ഒക്കെ വെച്ചാൽ മതിയാവും. പെട്ടെന്ന് തന്നെ അങ്ങ് സെറ്റ് ആയിക്കോളും. അപ്പോൾ എപ്പോഴും ഫ്രിഡ്ജിലേക്ക് വെക്കുന്നതിന് മുമ്പേ ആ ബോർഡിന്റെ മുകളിലുള്ള ചോക്ലേറ്റ് ഒക്കെ ഒന്ന് തുടച്ചിട്ട് വേണം വെക്കാനായിട്ട്. നേരത്തെ വെക്കുമ്പോഴും അങ്ങനെയായിരുന്നു ചെയ്തത്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിത് എടുക്കുമ്പോൾ കട്ടിയായിട്ട് പിന്നെ നമുക്കത് ക്ലീൻ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. നമുക്കിത് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ചോക്ലേറ്റ് കാരമൽ ഉണ്ടല്ലേ, അത് മാത്രം വെച്ച് അങ്ങ് ഡെക്കറേറ്റ് ചെയ്യാം. പക്ഷെ ഞാനൊരു ചോക്ലേറ്റ് ഡെക്കറേഷനും കൂടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട്. ഒട്ടും വെള്ളമില്ലാതെ തുടച്ച് വൃത്തിയാക്കിയ പാത്രത്തിൽ വേണം ഡാർക്ക് കോമ്പൗണ്ട് ഇട്ട് കൊടുക്കാനായിട്ട്. അത് നമ്മൾ കുറഞ്ഞ തീയിൽ വെച്ചൊന്ന് ഇളക്കി കൊടുത്താൽ മതി. പെട്ടെന്ന് തന്നെ അങ്ങ് മെൽറ്റ് ആയിക്കോളും. പിന്നെ അത് മെൽറ്റ് ആവാൻ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം എടുത്തൊന്ന് പുറത്തോട്ട് വെച്ചിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് പിന്നെ ഒന്നുകൂടെ ഒന്ന് ചൂടിൻ്റെ മേലെ വെച്ച് കൊടുക്കുക. അങ്ങനെ ഇളക്കി അങ്ങ് മെൽറ്റ് ആക്കി എടുത്താൽ മതി. ഇപ്പോൾ ഒരു പോറിങ് കൺസിസ്റ്റൻസിയിൽ ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു OHP ഷീറ്റിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാൻ എല്ലായിടത്തും അങ്ങ് നിരത്തി കൊടുക്കാം. അപ്പോൾ കുറച്ച് സമയം ഒന്ന് ഇരുത്താൻ പുറത്തിരിക്കട്ടെ. ഇല്ലെങ്കിൽ ഫ്രീസറിലേക്ക് ഒരു മിനിറ്റൊക്കെ ഒന്ന് വെച്ച് കൊടുത്തിരുന്നാലും മതിയാകും. ഒരുപാടങ്ങ് തിക്കാവരുത്. ഒന്ന് തണുത്തിട്ടുണ്ട്, ഒരുപാട് കട്ടിയായിട്ടില്ല. അതിന് മുമ്പ് നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഒരു സ്ക്വയർ ഷേപ്പിൽ അങ്ങ് കട്ട് ചെയ്തെടുക്കുകയാണേ. ഇനി നമുക്കിത് ഫ്രീസറിലേക്ക് വെച്ച് കൊടുക്കാം. ഒരു 3-4 മിനിറ്റ് ഫ്രീസറിൽ വെക്കുമ്പോഴത്തേക്കും അതങ്ങ് തിക്കായിക്കോളും. അപ്പോൾ നല്ല കട്ടിയായിട്ടുണ്ട്. നമുക്കിത് ഡിമോൾഡ് ചെയ്തെടുക്കാം. നല്ല ഭംഗിയുള്ള സ്ക്വയർ ഷേപ്പിലുള്ള ഒരു സ്ലാബ് പോലെ കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ കുറച്ചൊന്ന് ഗോൾഡൻ ഡസ്റ്റ് ആക്കി കൊടുക്കുകയാണ്. ഒരു സൈഡിലായിട്ട് മാത്രം ആക്കി കൊടുക്കുകയാണ്. അത് മതി. ഇനി ഇത് നമുക്കിത് കേക്കിൻ്റെ മുകളിൽ സൈഡിലായിട്ട് അങ്ങ് വെച്ച് കൊടുക്കുകയാണ്. ഒരു പ്രത്യേക ഭംഗിയാണ് കാണാനായിട്ട് അത് വെക്കുമ്പോൾ. അങ്ങനെ ഓപ്പോസിറ്റ് വെച്ച് അങ്ങ് വെക്കുകയാണ്. അപ്പോൾ അത് 8 എണ്ണം കറക്റ്റായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ആ ഗ്യാപ്പിലേക്ക് നമുക്ക് കുറച്ച് ചോക്ലേറ്റ് പ്രലൈൻ ഇട്ട് കൊടുക്കാം. ഫുള്ളായിട്ട് ഇടുന്നില്ല, താഴ്ഭാഗത്ത് മാത്രമായിട്ട് അങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്കൊരു സ്പൂൺ വെച്ച് ഒന്ന് പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് അങ്ങോട്ട് വെച്ച് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ കേക്ക് കുറച്ച് സമയം ഒന്ന് പുറത്തിരിക്കുമ്പോഴത്തേക്കും കുറച്ചൊന്ന് ലൂസാവും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതവിടെ അങ്ങ് പറ്റി അങ്ങ് ഇരുന്നുള്ളൂ. ഒരുപാടങ്ങ് ലൂസായി പോവുകയില്ല. അപ്പോൾ നമ്മുടെ ഗണാഷ് ഇതാ കുറേ കൂടെ തിക്കായിട്ട്. ഇതിപ്പോൾ പിറ്റേ ദിവസമാണ് കേട്ടോ ഞാൻ ഈ ഡെക്കറേഷനൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഗണാഷ് പുറത്ത് ഇരിക്കുകയായിരുന്നു രാത്രി മുഴുവനും. അപ്പോൾ രാവിലെ ആയപ്പോഴത്തേക്ക് ആ നല്ല തിന്നായിട്ടുള്ള ഗണാഷ് നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കേക്കിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്യണമെങ്കിലും ഈ ഒരു തരത്തിലാക്കിയിട്ട് ഒരു രാത്രി മുഴുവനും പുറത്ത് വെച്ച് ഒന്ന് തിക്കാക്കിയതിന് ശേഷം അപ്ലൈ ചെയ്താലും മതി. ഇത് ഞാനൊരു പൈപ്പിംഗ് ബാഗിലേക്ക് അങ്ങ് എടുക്കുകയാണ്. നമുക്ക് കേക്കിൻ്റെ മുകളിൽ സൈഡിലായിട്ട് അങ്ങ് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നേ ഉള്ളൂ. ആദ്യം 9 എണ്ണം ചെയ്തിട്ടുണ്ട്, പിന്നെ 8, 7 അങ്ങനെ കുറഞ്ഞ് വന്നതാണ്. അങ്ങനെ ഏറ്റവും ലാസ്റ്റ് 1 മാത്രമായിട്ടുണ്ട്. ഗ്യാപ്പിലേക്കൊക്കെ കുറച്ച് ചോക്ലേറ്റ് പ്രലൈൻ ഇട്ട് കൊടുക്കാം. ഒരു പ്രത്യേക ഡിസൈനിലുള്ള നമ്മുടെ ബെൽജിയം ചോക്ലേറ്റ് കേക്ക്. അറ്റത്തായിട്ടൊരു ഗോൾഡൻ ബോളും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അടിപൊളി, നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. ഇനി നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. കട്ട് ചെയ്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് കേട്ടോ ഇരിക്കുന്നത്. നമുക്കൊരു പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് കട്ട് ചെയ്ത് നമ്മൾ സാധാരണ കേക്ക് ചെയ്യുന്ന പോലെ ചെയ്യരുത്. അത് കുറച്ച് സമയം ഒന്ന് പുറത്ത് വെച്ച് ആ ഒരു ഗണാഷൊക്കെ ഒന്ന് ലൂസാവുമല്ലോ, അതിനുശേഷം കട്ട് ചെയ്യാതിരിക്കും നല്ലത്. അപ്പോഴാണ് കഴിക്കാനും ടേസ്റ്റ് ഉണ്ടാവുക. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. നല്ല ചോക്ലേറ്റി ആയിട്ടുള്ള ഒരു ബെൽജിയം ചോക്ലേറ്റ് കേക്ക്. ചോക്ലേറ്റ് ലവേഴ്സിനൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. പിന്നെ അത് മാത്രമല്ല അതിൻ്റെ ഒരു ക്രഞ്ചിനെസ്, ആ ചോക്ലേറ്റ് പ്രളയൻ്റെ ക്രഞ്ച്, അത് നല്ല ടേസ്റ്റ് ഉണ്ട്. എടുത്തിരിക്കുന്ന പ്രളയൻ്റെ പകുതിയോളം തന്നെ ഫില്ലിങ്ങിൽ ഇട്ട് കൊടുക്കണേ. അപ്പോഴാണ് ശരിക്കും നമുക്ക് നന്നായിട്ട് കഴിക്കുമ്പോൾ കടിക്കാനായിട്ട് കിട്ടുള്ളൂ. പിന്നെ ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ വിപ്പിംഗ് ക്രീം ഒന്നും ഉപയോഗിച്ചിട്ടില്ലല്ലോ. വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഉള്ളിലത്തെ ലെയർ വിപ്പിംഗ് ക്രീം വെച്ചിട്ട്, അതായത് ഒരുപാട് ചോക്ലേറ്റി ആയിട്ടുള്ള കേക്ക് ഇഷ്ടമില്ലാത്തവർക്ക് അങ്ങനെ ചെയ്യാം. ഉള്ളിൽ വിപ്പിംഗ് ക്രീമും കുറച്ച് ചോക്ലേറ്റ് ഗനാഷും കൂടെ മിക്സ് ചെയ്തിട്ട് ചോക്ലേറ്റ് ക്രീമില്ലേ നമ്മൾ ചോക്ലേറ്റ് കേക്കിലൊക്കെ ഉണ്ടാക്കിയ ഉള്ളിലത്തെ ലെയറിലൊക്കെ അത് വേണമെങ്കിൽ ചെയ്ത് കൊടുക്കാം. പക്ഷേ ബെൽജിയം ചോക്ലേറ്റ് കേക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഒരു ചോക്ലേറ്റ് ഗനാഷ് ക്രീം കൊണ്ടാണ് ഫില്ല് ചെയ്തും കവർ ചെയ്തും ഒക്കെ എടുക്കുന്നത്. പക്ഷേ ഇടയ്ക്ക് ലെയറിൽ വിപ്പിംഗ് ക്രീം ചെയ്യുന്നതിനും കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ സെയിലൊക്കെ ചെയ്യാനാണെങ്കിൽ കസ്റ്റമേഴ്സിന് ചോദിച്ച് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചെയ്ത് കൊടുക്കാം. പിന്നെ അത് മാത്രമല്ല ബെൽജിയം ചോക്ലേറ്റ് ആണ് ഉപയോഗിക്കണമെങ്കിൽ ശ്രദ്ധിക്കണം. കയ്പ്പ് കൂടുതലുള്ളതാണെങ്കിൽ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യുന്ന സമയത്ത് ഷുഗറിൻ്റെ അളവ് കുറച്ച് കൂടുതലായിട്ട് ഇട്ട് കൊടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ കേക്ക് തന്നെ ഫുൾ കയ്പ്പായി പോകും. അപ്പോൾ അതിൻ്റെ വെയിറ്റ് വരുന്നത് 1/2 കിലോ ആണ് കേട്ടോ. 1/2 കിലോ എന്ന് വെച്ചാൽ 600 ഗ്രാമൊക്കെ ഉണ്ട്.
നമ്മൾ ആ ഡെക്കറേഷൻ എല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോഴാണ്. അല്ലാതെ കറക്റ്റ് 1/2 കിലോ വരുന്ന ഒരു കേക്കാണ്. അപ്പോൾ ഈ ഒരു കേക്കിൻ്റെ റേറ്റ് വരുന്നത് ½ kgക്ക് തന്നെ ഒരു 600-700 ഒക്കെ റേറ്റ് ആണ്. നമ്മൾ ഉപയോഗിക്കുന്ന ചോക്ലേറ്റ് ഏതാണ് എന്നതിനനുസരിച്ച് നമ്മൾ റേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വരും. അപ്പോൾ നമ്മുടെ ബെൽജിയം ചോക്ലേറ്റ് കേക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. ബൈ.